ചേച്ചി, നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രി പിണറായി വിജയനെ സംവാദത്തിന് ക്ഷണിക്കുന്നു. അതുപോലെ രാജീവ് ചന്ദ്രശേഖർ മുഖ്യമന്ത്രിയെ സംവാദത്തിന് ക്ഷണിക്കുന്നു. കേരളം ഒരു സംവാദ വേദിയാകുമെന്ന് പറയാൻ പറ്റുമോ? സൗവർണിക്ക് തോന്നുന്നുണ്ടോ ഈ സംവാദത്തിന് വിളിച്ചാൽ മുഖ്യമന്ത്രി വരുമെന്ന്? ഇല്ല, മുഖ്യമന്ത്രി വരാനുള്ള വേറെ ആര് വന്നാലും മുഖ്യമന്ത്രി. കഴിഞ്ഞ ദിവസത്തെ ഒരു വീഡിയോ കണ്ടായിരുന്നു, ഒരു പ്രസ് മീറ്റ്. അപ്പോൾ അതിൽ മാധ്യമപ്രവർത്തകർ ചോദ്യം ചോദിക്കുകയാണ്. പറയേണ്ടത് കഴിഞ്ഞപ്പോ, അതായത് എഴുതി കൊടുത്തതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോ ഇനിയുള്ള ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം പറയാനില്ല. അതുകൊണ്ട് എഴുന്നേറ്റ് പോവുകയാണ്. അപ്പൊ മാധ്യമപ്രവർത്തകൻ ചോദിക്കുകയാണ്, ദേശാഭിമാനിക്കും കൈരളിക്കും മാത്രമേ മറുപടി പറയുള്ളൂ, മറ്റുള്ളവർക്ക് പറയില്ലേ, ചോദ്യങ്ങൾ കേൾക്കാത്ത മട്ടി പോവുകയാണോ എന്ന്. അപ്പൊ തിരിച്ചു വരുന്ന വരവ് കണ്ടപ്പോ വിചാരിച്ചു ഇപ്പൊ അങ്ങ് മറിച്ച് കളയും. തിരിച്ചു വന്നിട്ട് എന്ത് പറഞ്ഞിട്ട് പോയി? നിങ്ങൾ ചോദ്യം മനസ്സിൽ വെച്ചിരുന്നാ പോരാ, ചോദിച്ചാലേ. ഇപ്പൊ ഈ ചോദിക്കുക എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് അറിയില്ല. അപ്പൊ എന്നിട്ടും എഴുന്നേറ്റ് പോയി. ഇപ്പൊ ഈ വാർത്താ സമ്മേളനങ്ങൾ നടത്തുമ്പോൾ ഏറ്റവും കൂടുതൽ ഇവർ വിമർശിക്കുന്നുണ്ട്, പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാധ്യമങ്ങളെ കാണുന്നില്ല എന്ന് പറഞ്ഞ്. ഇദ്ദേഹം എന്താണ് ചെയ്യുന്നത്? മാധ്യമങ്ങളെ കാണുക എന്ന് പറഞ്ഞാൽ കോവിഡ് തുടങ്ങിയ കാലം മുതൽ 6 മണിക്ക് വന്ന് മാധ്യമങ്ങളെ കാണാനിരിക്കും. കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ അറിയിക്കാനുണ്ട്, അത് ഞാൻ അറിയിക്കും. തിരിച്ചിങ്ങോട്ട് വിരട്ടലും വിലപേശലുകളൊന്നും ഇങ്ങോട്ട് വേണ്ട, പിപ്പിടിയാട്ടമൊന്നും വേണ്ട. ഇങ്ങനെ കുറെ കാര്യങ്ങൾ പറയുന്നത് അല്ലാതെ മാധ്യമങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് എന്തെങ്കിലും മറുപടി പറയും. ഈ പറയാനുള്ള കാര്യങ്ങൾ ദേശാഭിമാനിയോടും കൈരളിയോടും നേരത്തെ പറഞ്ഞു വെച്ചേക്കും, ഇങ്ങനെ ചോദ്യം അങ്ങ് ചോദിക്കണം, ആ ചോദ്യത്തിന് ഉത്തരം ഞാൻ ഈ രീതിയിൽ പറയുമെന്ന്, അതോടെ തീർന്നു കാര്യം. അതല്ലാതെ ഇന്ന് വരെ എന്തെങ്കിലും ചോദിക്കുന്ന ചോദ്യങ്ങൾ കൃത്യമായ ഉത്തരം സഭയിൽ പോലും പറഞ്ഞിട്ടില്ലല്ലോ. എത്രയോ ഈ പ്രതിപക്ഷ MLA മാർ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം അന്വേഷിക്കുന്നുണ്ട്, കണ്ടെത്തി വരുന്നു, അറിയില്ല, ധാരണയില്ല, വിവരങ്ങൾ ശേഖരിക്കുന്നു. 5 വർഷം കഴിഞ്ഞ് 10 വർഷം കഴിഞ്ഞിട്ടും വിവര ശേഖരണം ഇതുവരെ പൂർത്തിയായിട്ടില്ല എന്നല്ലാതെ എന്തെങ്കിലും ചോദ്യങ്ങൾക്ക് ഉത്തരം ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് പറയുന്ന പിണറായി സഖാവ്, വിജയൻ സഖാവ് ഇന്ന് വരെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇല്ല. മാധ്യമങ്ങളെ കാണുക എന്ന് പറഞ്ഞ ഒരു ചടങ്ങ് പോലെ വന്നു കാണുന്നു. മുഖ്യമന്ത്രിക്ക് എന്താണോ പറയാനുള്ളത് അത് മുഖ്യമന്ത്രി പറയും. അതിനപ്പുറത്തേക്ക് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ സാധാരണഗതിയിൽ ഇതിനു മുൻപൊക്കെ പലരും ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങൾ ഏത് ചാനലാണ് എന്ന് ചോദിച്ചു. ഇപ്പൊ അത് ചോദിച്ചില്ലെന്ന് മാത്രമേ ഉള്ളൂ. വളരെ രസകരമായ ഒരു ചിരി, എന്തോ വലിയ രസകരം, ആർക്ക് രസകരം? അസ്വസ്ഥമാക്കുന്ന ചിരിയാണ്. എന്തോ വലിയ കാര്യം ചോദിക്കുന്നത്. ഈ ചോദിക്കുന്നവരെ ഈ മാധ്യമ പ്രവർത്തകർ എന്ന് പറഞ്ഞ ആരാ? ജനങ്ങൾക്ക് അറിയാനുള്ള കാര്യങ്ങൾ, ജനങ്ങളുടെ ഒരു പ്രതിനിധി, ജനപ്രതിനിധി അല്ല, ജനങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങൾ, ജനങ്ങൾ ചോദിക്കേണ്ട ചോദ്യങ്ങൾ, ജനങ്ങൾ തെരഞ്ഞെടുത്ത് വിട്ട അധികാരികളോട് ജനങ്ങൾക്ക് അറിയാനുള്ള കാര്യങ്ങളാണ് മാധ്യമങ്ങളിലൂടെ ചോദിക്കുന്നത്. അപ്പോ അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം കൊടുക്കാതെ പുച്ഛിച്ച് ചിരിച്ചുകൊണ്ട് നീയൊക്കെ ആരാ എന്നെ ചോദ്യം ചെയ്യാനെന്ന മട്ടില് ഒരു ചിരിയും ചിരിച്ച്, അല്ലെങ്കിൽ കടക്ക് പുറത്തെന്ന് പറഞ്ഞുകൊണ്ട് ഏത് ചാനലാ എന്ന് ചോദിച്ച് ശരിക്കും പറഞ്ഞാൽ അവർ അധിക്ഷേപിച്ചു കൊണ്ട് കടന്നു പോകുന്ന ഒരാൾ യഥാർത്ഥത്തിൽ മാധ്യമങ്ങളെയോ മാധ്യമ പ്രവർത്തകരെയുള്ള ഈ നാട്ടിൽ വോട്ട് കൊടുത്ത് അധികാരത്തിലെത്തിച്ച ജനങ്ങളുടെ തിരുത്തുണ്ടല്ലോ ചേച്ചി. അങ്ങനെയാണെങ്കിൽ ഒരു സ്ഥലത്ത് സംസാരിക്കുമ്പോൾ ഒരു കാര്യം ചോദിക്കാനുണ്ട് എന്ന് പറയുന്നത് മാധ്യമ പ്രവർത്തകനായിരുന്നില്ല, ഒരു സാധാരണ വോട്ടറാണ് കേരളത്തിലെ. അപ്പൊ എന്താ പറഞ്ഞ വീട്ടിൽ പോയി ചോദിക്കാൻ? ആ മുഖ്യമന്ത്രിയിൽ നിന്ന് അധികം പ്രതീക്ഷിക്കുന്നത് നമ്മുടെ തെറ്റാണ്. അല്ലാതെ എതിർ പാർട്ടിക്കാരനും അല്ല, പാർട്ടിക്കാരനാ അത്, സ്വന്തം പാർട്ടി ആരോ ആവട്ടെ, ഒരു നിഷ്പക്ഷനായിട്ടുള്ള ഒരാളാണെങ്കിൽ. അല്ല, ഇപ്പൊ ഒരു വിഷയം അദ്ദേഹം വേദിയിൽ പറയുമ്പോൾ അതിൽ ഒരു സംശയം ശരിക്കും പ്രസംഗിക്കുമ്പോൾ ഇടപെട്ടത് തെറ്റാണോ എന്ന് ചോദിക്കാം. ഇപ്പൊ ഒരാൾ ഔദ്യോഗികമായി പ്രസംഗിക്കുമ്പോൾ അതിൽ ഇടപെടേണ്ട, അത് മര്യാദകേടാണെന്ന് പറയാം. പക്ഷെ പ്രസംഗിക്കുന്നത് ഒരു മുഖ്യമന്ത്രിയാണ്, ചോദിക്കുന്നത് ഒരു ജനമാണ്. ആ ജനം ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിൽ എന്ത് ആണ് ചോദിക്കുന്നത് എന്ന് പോലും കേൾക്കാൻ തയ്യാറാവാതെയാണ് അത് വീട്ടിൽ പോയി, അത് ആ പറയുന്ന ആ ഫ്ലോയിൽ അതങ്ങ് വീട്ടിൽ പോയി പറഞ്ഞാൽ മതി എന്ന് പറയും. ഇയാളൊരു മനുഷ്യനാണോ എന്ന് തന്നെ ചോദിക്കേണ്ടി വരും. അവിടെയാണ് കഴിഞ്ഞ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, അദ്ദേഹം എന്തായിരുന്നു ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചിരുന്നത്, എങ്ങനെയാണ് അദ്ദേഹം ജനങ്ങളെ ഡീൽ ചെയ്തിരുന്നത്? അദ്ദേഹത്തിന്റെ ക്യാബിനിൽ CCTV ഉണ്ടായിരുന്നു, അത് ഇപ്പൊ ഉണ്ടോ? ആ CCTV ഇപ്പൊ ഉണ്ടോ? മുമ്പ് പറയും മുഖ്യമന്ത്രി ഇരുന്ന കസേരയിൽ വഴിയെ പോയ ഒരാൾ കയറിയിരുന്നു എന്ന്. അത് എങ്ങനെയാ നാട്ടുകാരറിഞ്ഞത്? അത് CCTV വഴിയല്ലേ അറിഞ്ഞത്. അപ്പൊ അന്ന് അവിടെ CCTV ഉണ്ടായിരുന്നു. പക്ഷെ പിണറായി വിജയൻ അവിടെ ആ കസേരയിൽ ഇരുന്നപ്പോൾ എന്തുകൊണ്ട് ആ CCTV എടുത്ത് മാറ്റി? അത്രത്തോളം സുതാര്യമായ ഭരണമാണ് ഈ 10 വർഷം കൊണ്ട് ഇവിടെ കാഴ്ചവെച്ചിരിക്കുന്നത്. ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പ് അടുത്ത സമയത്ത് കുറെ അന്തംഗമി സഖാക്കന്മാരും ഇവരുടെ കുഴലൂത്തുകാരും ഇങ്ങനെ വാതോരാതെ പറയുകയാണ്, ഈ 10 വർഷം കൊണ്ട് കേരളം എവിടെയൊക്കെയോ എത്തി, എന്തൊക്കെയോ വികസനങ്ങൾ ഉണ്ടായെന്ന്. ചുരുക്കി പറഞ്ഞാൽ ഒരു 100 രൂപ ജനത്തിന് വേണ്ടി ചെലവാക്കുമ്പോൾ പാർട്ടിക്കാർ അതിൽ നിന്ന് ഒരു 10,000-ഓ അല്ലെങ്കിൽ അതിൽ കൂടുതലോ തുക ഇവർ പുട്ടടിക്കാൻ എടുത്തിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഇവർക്ക് എന്തെങ്കിലും ധാരണയുണ്ടോ? അപ്പോൾ ചോദ്യങ്ങളെ ഭയപ്പെടുന്നത് ആരാണ്?
ഉത്തരം മുട്ടുന്നവർ തന്നെയാണ് ചോദ്യങ്ങളെ ഭയപ്പെടുന്നത്. അല്ല, മുഖ്യമന്ത്രിക്ക് ഒരുപാട് കാലമായി ചോദ്യങ്ങളെ ഭയമാണ്, മാധ്യമ പ്രവർത്തകരോട് പുച്ഛമാണ്. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ലോ. ഇപ്പൊ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് സാധാരണക്കാരായ കേരളത്തിലെ വോട്ടർമാരോട് പോലും പുച്ഛമാണ് മുഖ്യമന്ത്രി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രി ഇപ്പൊ വേറെ പല ഗിമ്മിക്കുകളുമാണ് കാണിക്കുന്നത്. ഉത്തരങ്ങളില്ലാത്ത കാര്യങ്ങൾക്ക് മറുപടി പറയാതിരിക്കുക. നമുക്കറിയാം, ധാർഷ്ട്യം എന്ന് പറയുന്നത് പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയി കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ പ്രകടമാക്കിയതാണ്. അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോഴും പാർട്ടി പ്രവർത്തകനായിരുന്നപ്പോഴും അദ്ദേഹത്തിന്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ ഒരു കാർക്കശ്യക്കാരനായ ഒരു രാഷ്ട്രീയക്കാരന്റെ തന്നെയായിരുന്നു. ഇപ്പൊ പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പം അത് പാർട്ടിക്കാരെ മാത്രം ബാധിക്കുന്ന കാര്യമാണ്. അദ്ദേഹത്തിന് ഏത് ഹിറ്റ്ലർ ആവാം, മുസോളിനി ആവാം, എന്ത് വേണോ ആകാം, ഏത് രീതിയിലോ പ്രവർത്തിക്കാം. കാരണം അത് ആ പാർട്ടിക്കുള്ളിലുള്ളവരെ മാത്രമാണ് ബാധിക്കുന്നത്. പക്ഷേ അതിൽ നിന്നും അദ്ദേഹം മുഖ്യമന്ത്രിയായി കഴിയുമ്പോൾ അത് മാറ്റണം. മുഖ്യമന്ത്രി എന്ന് പറയുമ്പോൾ ആ CPM-ന് വോട്ട് കൊടുത്തവരാവട്ടെ, കോൺഗ്രസിന് വോട്ട് കൊടുത്തവരാവട്ടെ, BJP-ക്ക് വോട്ട് കൊടുത്തവരാവട്ടെ, ഇനി നോട്ടയിൽ കുത്തിയവരാവട്ടെ, ഈ വോട്ടില്ലാത്തവരാവട്ടെ, ആർക്കായാലും ശരി, ഈ കേരളത്തിലെ ഓരോ വ്യക്തിക്കും അദ്ദേഹം മുഖ്യമന്ത്രിയാണ്. അപ്പോ മുഖ്യമന്ത്രി ഈ വരുന്ന എല്ലാ വ്യക്തികൾക്കും ആൻസറബിൾ ആണ്. അപ്പൊ ആ ഒരു ബോധ്യമാണ് ഇദ്ദേഹത്തിന് ഇല്ലാതെ പോയത്. ഇപ്പോൾ VD സതീശൻ അദ്ദേഹത്തെ വെല്ലുവിളിച്ചിരിക്കുകയാണ് ചർച്ചയ്ക്ക്. തയ്യാറാകുമോ, വരാം എന്ന് പറഞ്ഞ് എന്ത് കാര്യത്തിനാണ് തയ്യാറാകുന്നത് എന്ന് പറഞ്ഞത് എന്തിനാണെന്ന് അറിയാമോ? LDF-ന്റെ ഒരു പ്രോഗ്രസ് കാർഡ് വെക്കും, അതിലെ വിഷയങ്ങൾ സംസാരിക്കും. അതിന്റെ അർത്ഥം മനസ്സിലായോ? ആ പ്രോഗ്രസ് റിപ്പോർട്ടിന്റെ അപ്പുറത്തുനിന്നോ ഇപ്പുറത്തുനിന്നോ ഒരു ചോദ്യം VD സതീശൻ ചോദിക്കരുത് എന്നാണ് ആദ്യമേ പറയുന്നത്. അതല്ല, VD സതീശൻ ചോദിക്കുന്ന ചോദ്യങ്ങൾ, അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹം ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന വ്യക്തി തയ്യാറാകുമോ? ഒരിക്കലും മുഖ്യമന്ത്രി തയ്യാറാകില്ല. പിണറായി വിജയൻ വന്ന് ഈ ചർച്ചയ്ക്ക് ഇരിക്കില്ല, അത് 100% ഉറപ്പുള്ള കാര്യമാണ്. അത്രയ്ക്ക് അന്തസ്സുള്ളൊരു വ്യക്തിയാണ് എങ്കിൽ വിളിക്കണം. VD സതീശനെ, രാജീവ് ചന്ദ്രശേഖരനെ ഇങ്ങോട്ട് ക്ഷണിക്കണം. ക്ഷണിച്ച ആ സംവാദത്തിന് ഇദ്ദേഹം തയ്യാറാവണമെന്നാണ്. മാത്രമല്ല, VD സതീശന്റെ ഒരു അഭിമുഖം മനോരമ ചാനലിൽ പുറത്തു വന്നതിനെ സർക്കാർ ഇടപെട്ട് അതിനെ മുക്കുകയാണ്. എന്തിനാണ് ഇത് മുക്കുന്നത്? ഇവർക്കല്ലെങ്കിലും എതിർ ശബ്ദങ്ങളെ എന്നും ഭയമാണ്. മറുപടിയില്ല, അപ്പോൾ ആ ശബ്ദങ്ങളെ ഇല്ലാതാക്കുക എന്നുള്ളത് മാത്രമാണ് ഇവരുടെ ലക്ഷ്യം. അല്ല, അതിന്റെ ഒരു VD സതീശനും മനോരമയിൽ വന്ന ജോണി ലൂക്കോസ് ആണെന്ന് തോന്നുന്നു, അവർ രണ്ടുപേരും തമ്മിലുള്ള സ്വന്തം ഒരു കണ്ടന്റ് ആണ് റിമൂവ് ചെയ്തിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി മനോരമ ചോദിക്കുമ്പോൾ അവർ പറയുന്നത് എന്തിനാണ് നീക്കിയതെന്ന് അറിയില്ല, ഞങ്ങൾ അങ്ങനെ ഒരു നിർദ്ദേശം ആഭ്യന്തര വകുപ്പിന് കൊടുത്തില്ല. അപ്പൊ മുഖ്യമന്ത്രി പറയുന്നത് തെരഞ്ഞെടുപ്പ് സമയമായ മീൻസ് മുഖ്യമന്ത്രി ഇപ്പം അടുത്ത തെരഞ്ഞെടുപ്പിന്റെ സമയമാണല്ലോ, അതുകൊണ്ട് താൽക്കാലിക ആഭ്യന്തര വകുപ്പ് മന്ത്രി, അങ്ങനത്തെ ന്യായങ്ങളൊക്കെയാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അത് എന്ത് ന്യായീകരണം? ഇത് മാത്രമല്ല, ഇപ്പൊ സോഷ്യൽ മീഡിയയിലൂടെ ഇടതുപക്ഷത്തെ വെല്ലുവിളിക്കുക മീൻസ് ഇവരുടെ തെറ്റുകൾ എണ്ണി പറയുക, തെളിവ് സഹിതം പറയുന്ന ആൾക്കാരുടെ ഫേസ്ബുക്ക് അക്കൗണ്ടുകൾ ഇവർ പൂട്ടിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിൽ നിന്ന് ഒരാള് പുറത്തറിയുന്ന ഒരു കാരണവുമില്ലാതെ പുറത്താക്കപ്പെടുകയാണ്. ഒരാളെ ഒരു സ്ഥാനത്ത് നിന്ന് പുറത്താക്കുമ്പോൾ അതിനൊരു കാരണം വേണ്ടേ? അല്ലെങ്കിൽ ഒരാൾ രാജിവെച്ച് പോകുമ്പോൾ അതിന് എന്തെങ്കിലും ഒരു കാരണം വേണം. ഇത്രയും നല്ലൊരു എണ്ണപ്പാടത്ത് നിന്ന് സ്വയം ഒരാൾ എന്തായാലും ഇറങ്ങിപ്പോകില്ല. ആ വ്യക്തി LDF-ന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ എന്തിനാണ് ആ പേഴ്സണൽ സ്റ്റാഫിൽ നിന്ന് അയാൾ ഇറങ്ങി വന്നത് എന്ന ചോദ്യം ചോദിക്കുകയും അതിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുകയും ചെയ്യുന്ന ഒരു സോഷ്യൽ മീഡിയ അക്കൗണ്ട് പൂട്ടിക്കുകയാണ്. എന്തിനാണ് പൂട്ടിച്ചത്? ഗവൺമെന്റിന്റെ റിക്വസ്റ്റ് പ്രകാരമാണ്. എതിർ ശബ്ദങ്ങളെ ഇങ്ങനെ ഇല്ലാതാക്കുന്ന, അതായത് എന്താണ്, അഭിപ്രായ സ്വാതന്ത്ര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, ഈ സൃഷ്ടിപരമായ കഴിവുകൾക്ക് വേണ്ടിയിട്ടും എല്ലാം നിലകൊള്ളുന്നവരാണ് ഇടതുപക്ഷക്കാരെന്നാണ് അവർ വാദിക്കുന്നത്. ഈ LDF സർക്കാരും അങ്ങനെയാണ്. അതായത് മോദി സർക്കാർ മാധ്യമങ്ങളെ, ഗോദി മീഡിയ മാത്രം ഇവിടെ നിലനിന്നാൽ മതി, അതായത് മോദിക്കെതിരെ സംസാരിക്കുന്നവരെ എല്ലാം ഇല്ലാതാക്കും എന്ന് പറയുന്ന ഇവിടത്തെ ഇടത് സർക്കാർ എന്താണ് ഇവിടെ അവർക്കെതിരെ പറയുന്ന ആൾക്കാർ ഇത് ചെയ്യുന്നത്? എല്ലാ വിഷയത്തിലും എടുത്ത് നോക്ക്, കേന്ദ്രത്തിലെ മോദിയാണ് കേരളത്തിലെ പിണറായി വിജയൻ. അവർ രണ്ടുപേരും ഒന്ന് തന്നെയാണ്. അവരിങ്ങനെ പറയുന്നു. പിന്നെ ചേച്ചി പറഞ്ഞ പോലെ എല്ലാവരെയും ചേർത്ത് നിർത്തി ഇവർ പറഞ്ഞെല്ലാം ശരിയാണോ? സ്ത്രീപക്ഷ നിലപാടാണെന്നാണ് പറഞ്ഞത്. ഏത് വിഷയത്തിലാണ് ഇവർ സ്ത്രീപക്ഷ നിലപാട്? അവർക്ക് ആവശ്യമുള്ള ആവശ്യങ്ങൾ. പക്ഷെ ഇപ്പോ UDF ജമാഅത്തെ ഇസ്ലാമിയുമായി സഹകരിക്കുന്നു എന്നതിനെ ഒരു ഉളുപ്പുമില്ലാതെ ഇരുന്ന് പരസ്യമായി പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനും മുഖ്യമന്ത്രി പിണറായി വിജയനും പരിഹസിക്കുകയാണ്. പക്ഷെ ഈ സോഷ്യൽ മീഡിയയിൽ ഈ പിണറായി വിജയൻ മുൻപ് പറഞ്ഞ അതേ ബൈറ്റുകൾ ഇവിടെ പ്രചരിക്കുന്നുണ്ട്. ഇവരിതൊന്നും കാണുന്നില്ല. ഒരു നാണവും മാനവും എന്ന് പറയുന്നൊരു സാധനമുണ്ടോ? എങ്കിൽ ഇങ്ങനെ ഈ പരസ്പര വിരുദ്ധമായി ഇവർ സംസാരിക്കുമോ? ജമാഅത്തെ ഇസ്ലാമിയെയും PDP-യെയും തുടങ്ങി മതേതരമെന്ന് ഇവർ വാദിക്കുന്ന മത സംഘടനകളുടെ എല്ലാം സഹായം ഇവിടത്തെ CPM-ഉം തേടിയിട്ടുണ്ട് എന്നത് പകൽ പോലെ വ്യക്തമാണ്. തെളിവുകൾ ഇവിടെ അവശേഷിക്കുമ്പോഴും ഞങ്ങൾ അങ്ങനെ വാങ്ങിയിട്ടില്ല എന്ന്
പച്ചക്കള്ളം പറയുന്ന ഒരു മുഖ്യമന്ത്രിയാണ് ഇപ്പോൾ കേരളത്തിനുള്ളത്. അതായത് എല്ലാ വിഷയത്തിലും പച്ചക്കള്ളം മാത്രം പറഞ്ഞ് സത്യവാനാണെന്ന് സ്വയം അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മുഖ്യമന്ത്രി. കുറ്റബോധമില്ലാത്ത അത് പറഞ്ഞപ്പോ ഒരു കാര്യം കൂടെ, കുറ്റബോധവുമില്ല പറയുന്നത് ഞാൻ ഇന്ന് വരെ അറിഞ്ഞുകൊണ്ടൊരു തെറ്റ് ചെയ്യും. അതെ, അറിഞ്ഞുകൊണ്ടൊരു തെറ്റ് ചെയ്യില്ല. ഈ വലിയ ക്രൂരതകൾ ചെയ്യുന്ന ക്രൂരന്മാരെല്ലാം ഇത് ക്രൂരതയാണ് എന്ന് കരുതിക്കൊണ്ടാണോ അത് ചെയ്യുന്നത്? ഒരിക്കലുമല്ല. എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തു എന്ന് ഒരാൾക്ക് തോന്നുന്നത്, അത് കുറ്റബോധം വരുമ്പോൾ ഞാൻ ചെയ്തത് മറ്റൊരാൾക്ക് ഹാംഫുൾ ആയോ എന്ന തിരിച്ചറിവ് വരുമ്പോഴാണ് അത് തെറ്റ് എന്ന് പറഞ്ഞത്. അതുകൊണ്ട് ഈ ദുഷ്ടന്മാർക്ക് ഒരിക്കലും താൻ ചെയ്യുന്നത് തെറ്റാണ് എന്ന് ഒരിക്കലും തോന്നില്ല. അത് തന്നെയാണ് പിണറായി വിജയനും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ധൈര്യമുണ്ടെങ്കിൽ, നട്ടെല്ലുണ്ടെങ്കിൽ വി ഡി സതീശനെ നേരിടാൻ തയ്യാറാവുക.